ഹലോ ഗൈസ്, നമ്മളിന്ന് ട്രാവൽ വ്ലോഗിൻ്റെ സെക്കൻഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ചിമ്മിനി ഡാം കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ചായ കുടിക്കാനായിട്ട് നിർത്തി. എത്താനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചായയും കട്ട്ലറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആടുകളെ കണ്ടു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ഇതൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയത് കാരണം കുറച്ച് നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. കുരങ്ങിൻ്റെ നല്ല പുറകെ പോകാൻ നോക്കി. കുരങ്ങ് ലാസ്റ്റ് റൈസ് ആയപ്പോൾ അതവിടെ വിട്ടു. പിന്നെ വീണ്ടും നമ്മൾ ഒരു നല്ല വാല്യൂ സ്പോട്ടാണ്. റബ്ബർ തോട്ടങ്ങളുടെ ആ ഒരു ദൃശ്യങ്ങൾ അതിമനോഹരമായിട്ട് തന്നെ തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ കൂടുതലായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ റെയിൽവേ ക്രോസിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഡിലേ വന്നു, കുറച്ച് ബ്ലോക്കുകളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് വന്നത്. പിന്നെ ഞങ്ങൾ നല്ല വെയിലത്താണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ വളരെയധികം ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു. ഒരു രാവിലെയൊക്കെ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള വാഹനങ്ങളും കണ്ടിട്ടാണ്. അത് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ കുറേ ഡിസ്ക്ലൈമർ ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കാണിച്ചിരിക്കുന്ന ജീവികളെയൊക്കെ കാണാൻ പറ്റുമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റൊക്കെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഒന്നും കാണാൻ പറ്റിയില്ല. എന്നാലും എന്താ പറയുക, ഗ്രീനറി അടിപൊളിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും മല കാണുമ്പോൾ നമ്മൾക്ക് ആ മല കാണാൻ പറ്റും എന്നുള്ളത് വെറും വ്യാമോഹം മാത്രമായിരുന്നു. നമ്മൾ നന്നായിട്ട് യാത്ര ചെയ്ത് ക്ഷീണിച്ച് തന്നെയാണ് പോണത്. വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടുകളിലൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ ഇടയിലൊരു ആറ് പോലെയുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നല്ല തണുത്ത വെള്ളമായിരുന്നു അവിടെ. കാല് വെക്കുമ്പോൾ തന്നെ ഒരു നല്ല ഫീലിംഗ് ആയിരുന്നു. കാണാനും വളരെയധികം ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായി തോന്നിയതും അവിടെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറുമ്പോൾ ഒരു എൻട്രി പാസ്സൊക്കെ ഉണ്ട്. ഇത് അതിന് എത്തുന്നതിന് മുമ്പുള്ള ഒരു ചർച്ച കേട്ടോ. ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ള ഒരു ക്രിസ്ത്യൻ ചർച്ച് നമ്മളവിടെ കണ്ടു. പിന്നെ ഇത് നമ്മൾ അങ്ങോട്ട് കയറുന്ന എൻട്രി ബോർഡിൻ്റെ അവിടെ ഉള്ളതാണ്. പിന്നെ അവിടെ ഇറക്കിൽ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്പോട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല വെയിലായ കാരണം കൊണ്ട് തന്നെ ആരും കൊട്ടവഞ്ചിക്ക് പോകാനുള്ള സാഹസത്തിന് മുതിർന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ഫാമിലി മാത്രം അതിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവർ ഈ വെയിലും കൊണ്ട് പോകുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും അവർ നല്ല സൂപ്പറായിട്ട് അതിൻ്റെ എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി പോയി. തിരിച്ച് ഞങ്ങൾ വഴിയിൽ വന്നപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് ഓർത്തു. ഭക്ഷണമൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ബിരിയാണി ആയിരുന്നു ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാക്കാനും